അസ്സലാമു അലൈക്കും. ഐ എം ബാക്ക് ടു മൈ ഹോം. സോ പുരയിൽ വന്ന് അരമണിക്കൂറായിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് കുളിച്ച് പിന്നെ ഇതാ ഫുഡ് വിളമ്പി. ഇതാ എന്തൊക്കെയാണ് ഫുഡ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫുണ്ട്, ചിക്കൻ പൊരിച്ചുണ്ട്, സാമ്പാറുണ്ട്, പരിപ്പാണല്ലോ അമ്മനോട് പറഞ്ഞേ, കോഴിക്കറി ഉണ്ട്, സാമ്പാറിന് പിന്നെ കോഴി പൊരിച്ചുണ്ട്, നെയ്ച്ചോറ്. ഇതിന്റെ ഇന്നിവിടെ വന്നപ്പോൾ എനിക്ക് ഇടാൻ ഡ്രസ്സില്ല. ഇത് ഞാൻ കല്യാണത്തിന് ഇട്ട എൻ്റെ കല്യാണ പാൻറ്റാ. അപ്പൊ ഞാൻ എന്താക്കി, ഇങ്ങോട്ട് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ കീശയിൽ നിന്ന് കൈയിട്ട് ഈ കീശ കൈയിട്ടപ്പോൾ എന്തൊരു ബില്ല് കിട്ടി. ഈ കീശ കൈയിട്ടപ്പോൾ ഒരു 6000 റുപ്യ കിട്ടി. കഴിഞ്ഞ 4 മാസമായിട്ട് കഴിഞ്ഞ 4 മാസമായിട്ട് ഇത് റൂമിലുണ്ടായിരുന്നു. 6000 പിന്നെ കുറച്ച് 6000 റുപ്യ എടുത്ത് ഇത് ഈ പോക്കറ്റിലുണ്ടായിരുന്നു. ഇത് റൂമില് അവിടെ ഇങ്ങനെ കിടക്കണ്ടായിരുന്നു ഈ പാൻറ്. നിങ്ങളൊക്കെ റൂം തപ്പീനു കൊറേ കാലം. അപ്പൊ ഓക്കെ അങ്ങനെ. അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിച്ചിട്ട് വേണം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നാളെ ഇങ്ങനെ കാണിക്കാം അല്ലേ. യാസിൻ വ്ലോഗ്സ് ഫാമിലി നമ്മൾ പഴയ പോലെ വരണ്ടേ. തിരിച്ചു വന്നപ്പോ ഒരു പല്ല് വയ്ക്കുന്നുണ്ടോ ഒന്ന് കണ്ടെത്താ. ലൂയോ ഇതെന്താ എറിയരുത് ലൂയി. മൈക്ക് മൈക്ക് ഒന്നും നോക്കില്ല, പൈസ കൊടുത്ത് വാങ്ങി. അളിയനെ വിളിക്കാം, വാ ഞാൻ ഓഫീസിൽ വിളിക്കാം. അളിയ കമോൺ ഭക്ഷണം കഴിക്കാൻ. ബാക്കി എല്ലാ പാൻറ്റും ഇട്ട് നോക്കിക്കണല്ലേ. ഇത് കല്യാണ പാൻറ്റാണ്. ആ സൂട്ടിന്റെ കൂടെ ഇട്ട പാൻറ്. സൂട്ട് പാൻറ്റാണ്. അതാ മിനിസ്റ്ററിലെ. അത് ഈ വേറെ പാൻറ് ഇല്ലാത്തോണ്ട് അവിടെ കിടന്നപ്പോൾ എടുത്തിട്ടതാണ്. ഓക്കെ വരൂ വരൂ വരൂ. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഞാൻ ഇവിടെ എത്തിയത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. സോ ഇവിടെ എത്തി, ഫസ്റ്റ് ഡേ ആണ്. ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. കാലങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യൻ ഫുഡ് ശിങ്കു 3 മാസം നമുക്ക് ഇന്ത്യൻ ഫുഡാണല്ലോ തന്നുകൊണ്ടിരുന്നത്. ഇന്ത്യൻ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മളെ കേരളത്തിൽ അരി അവിടെ കിട്ടൂലേനോ. നമുക്ക് അവിടെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു നീളം കൂടിയ ടൈപ്പില്ല അരി, അങ്ങനത്തെ നമ്മളവിടെ കഴിച്ചുകൊണ്ടിരുന്നത്. കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. സമയം ഇപ്പം 2 മണി. രാവിലത്തെ ഭക്ഷണം കഴിക്കണമെന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പം അടുക്കളയിൽ നിന്ന് കഴിക്കാമെന്ന് തീരുമാനിച്ചു. ഇവിടെ മാവേലി വന്നിട്ടുണ്ട്. ഞാൻ എത്തിയാൽ ഇവിടെ എത്തുന്നൊരു എടാ ഞാനാടാ ഗൾഫ് പിന്നെ പുറത്തൊക്കെ പോയി വന്നത്. തീറ്റ കണ്ട് ചോറുണ്ട്. അല്ല ഇവിടെ എന്താ ചോറുണ്ട്. തൈര് കിട്ടൂലേ? ചിക്കൻ പൊരിച്ചതുണ്ട്, സാമ്പാർ, മീൻ പൊരിച്ചടാ. ഈ മീൻ പൊരിച്ചല്ലേ ഇതിൻ്റെ കൂടെ കൂട്ടി വെക്കും. ഞാൻ മീൻ കൂട്ടാത്ത ആളാ. പക്ഷെ അമ്മ അതിന് പൊരിഞ്ഞ് നോക്കിയിട്ട് ഒന്നിടി പൊരിഞ്ഞത് അവസരവാദിയാണ്. ഞാൻ കയ്യേക്കാണ് ഇവിടെ ഇങ്ങനെ പോവാ. ഏതാ ആ സോറി, ഇവിടെ ഫുള്ള് വലിച്ചു വലിയിട്ട് കേട്ടമ്മ. ഇവിടെ കാണിക്കണ്ട. ബീഫ് ഉണ്ടായിട്ടില്ല, അത് കഴിഞ്ഞാ നന്നാക്കി. നമ്മൾ തൈര് ഇങ്ങനെ എടുക്കുന്നു. ഉണ്ട് ഒരു പപ്പടം കൂടി വേണ്ടിയിരുന്നു. വേണ്ട ചിക്കൻ പൊരിച്ചു. ഇങ്ങനെ ഇവിടെ എത്ര ലേറ്റേ ഉള്ളൂ? ഉണ്ടോ? അമ്മ അത്രയും ലേറ്റ് ഉണ്ടായിട്ടാ. ഇതിൻ്റെ ഒരു സുഖം അല്ലേ. ചോറിങ്ങനെ വിളമ്പി അതിൽ കൂടി തൈര് ഇങ്ങനെ കൂട്ടി.
വെറും ചോറ് സാമ്പാറും. ഈ ചോറ് അവിടെ കിട്ടൂല, ഈ അരി അവിടെ കിട്ടൂല. കുറച്ച് കൊണ്ടുപോയിട്ടോ പിന്നെ അരി കൊണ്ടുപോവാ. എന്താ മമ്മി അത്യാവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുപോകും. അല്ലാണ്ട് പപ്പടം എന്നാ പപ്പടം നിർബന്ധമ്മ. അപ്പം അച്ഛൻ ഭയങ്കര പുളിയുണ്ടല്ലേ. ഞാൻ ഇന്നലെ രാത്രി കൂട്ടീന്. മീൻ പൊച്ച് കൂട്ടി നോക്കട്ടെ. നടക്കൂല, ഭയങ്കര പുളി. അല്ല ഭയങ്കര ചോയ. അപ്പൊ ചോറിനതിന് ശേഷം ഞാൻ എവിടേക്കോ കറങ്ങിയടിച്ച് വന്നപ്പോ രാത്രി അപ്പൊ ഇത് ഞാൻ ഉസ്ബെക്കിസ്ഥാനിൽ വാങ്ങിയതാണ്. ഉപ്പച്ചിക്ക് ഞാൻ ഇതേപോലത്തെ തൊപ്പി വാങ്ങിയിരുന്നു. അപ്പൊ അത് കൊടുക്കാം. വൈറ്റ് തൊപ്പിയെന്ന് വെച്ചിട്ടാ ഇതാണ് കിർഗിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒഫീഷ്യൽ തൊപ്പിയാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഉണ്ടാവും. മറന്നോ, ഞാൻ വീഡിയോ കണ്ടപ്പോ ഞാൻ ചോദിച്ചതാ. സൂപ്പർ ഇങ്ങനല്ലോ കൂണ് വെച്ചോലുണ്ട്. ഇങ്ങനെ ഇട്ടിട്ട് ഇറങ്ങണം. ഇതിട്ടിട്ട് കൂടെ പോവാ, ഇതിട്ടിട്ട് പള്ളിയിലൊക്കെ പോവാ. പിന്നെ ഇതാ രാജ്യത്തിന്റെ കൊടിയാണ്. കിർഗിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ കൊടി. ഇത് അവിടുന്ന് മേടിച്ച ഫ്രിഡ്ജ് മാഗ്നറ്റ്. സൂപ്പറായിട്ടുണ്ട്. അമ്മ അതിട്ട് അടങ്ങാ ഇതിന്റെ ചെറുതും ഉണ്ടായി. ചെറിയ പപ്പി ഇതിങ്ങനെയാണ്. മറന്നുപോയി. ഒരു കാര്യം മറന്നു. ഇത് ഇങ്ങനെയാണ്. പള്ളിയിലൊക്കെ തെറ്റ് പോണം വെള്ളിയാഴ്ച. അപ്പൊ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണം. രാജ്യത്തിന്റെ പേരെന്താ? മുസ്ലിം അല്ല, ആ രാജ്യത്തിന്റെ പേരെന്താ? അതിന് മുമ്പത്തെ വേർഡ് മാത്രം എടുത്ത് അത് അതാന്ന് വിചാരിക്കും. കിർക്കായിരിക്കും. ഇത് ഞാന് ഉസ്ബെക്കിസ്ഥാനിൽ വന്ന പുതിയ സ്പ്രേ ഒറ്റ പ്രാവശ്യം അടിച്ചിട്ടുള്ളൂ. ഇത് പണ്ടെന്ന് കണ്ണു മുതലേ ഗൾഫിൽ നിന്ന് കിട്ടുന്ന തൽക്കാലത്തേക്ക് ഞാൻ തന്നെ എടുക്കുന്നു. ഉപ്പച്ചിക്ക് നല്ലതരാ. എന്നാ മതി. നിലത്തിട്ട് ഒട്ടിച്ച് ഞാൻ പുതിയ കവർ ഒട്ടിച്ചല്ല. ആ റൂമിലെ ഒരു മണമുള്ള സ്പ്രേ ആണ്. അതാണ് ആ റൂം കേറുമ്പോ സ്പ്രേ മണക്കണേ. എന്നിട്ട് ഞാൻ രാവിലെ അവിടെ പോയി എന്തിന് ആ സ്പ്രേ കിട്ടാൻ വേണ്ടിട്ട്. സ്പ്രേ അതിപ്പോ അടിച്ച് ഒന്നാണ് വെച്ചതാ. ഇത് ഞാൻ ഉസ്ബെക്കിസ്ഥാനിൽ കൊണ്ടത് ഞാൻ എനിക്ക് തന്നെ സമ്മാനമായിട്ട് നൽകുന്നു. കറക്റ്റ് കൊണ്ടുപോയില്ലേ? അത്രയും ദിവസം അടിച്ചൊരു മണമില്ലേ? നേരത്തെ വീട് പൊട്ടിയപ്പോ തുടങ്ങി മണക്കാൻ. ഇന്നലെ വേറെ കോമഡി ഉണ്ടായി. ഇന്നലെ ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് പാന്റ് എടുത്തിടാനില്ല. എന്റെ കല്യാണത്തിന് നിന്നിട്ട് പാന്റ് ഉണ്ടാക്കി ഇവിടെ വന്ന് നോക്കിയപ്പോ ഞാൻ കീശയിൽ 6000 രൂപ വെറുതെ. ഒന്നും കിട്ടിയില്ല. ഏത് ഷൂട്ടിന്റെ പാന്റോ? അയ്യടാ,
പൊട്ടത്തി മിസ്സായില്ല, അതൊക്കെ ഒന്ന് തുറന്നു പോയിക്കൂടീനോ. എനിക്ക് അങ്ങനെ ഒരു പൈസ ഉള്ളത് ഓർമ്മ എനിക്ക് തോന്നുന്നു കല്യാണത്തിന് അന്ന് വെച്ചിട്ടുണ്ടോ പൈസ വന്നിട്ട് വേണ്ട അല്ലേ? പക്ഷെ ഞാൻ ആ പേരിൽ ഇതിൽ കണ്ടിട്ടില്ല. 6,000 ഉറുപ്പിക ലോട്ടറി ആണ്. അക്കുവതാ ആ ഭാഗ്യമാണ്. ഒരു 200 രൂപ ഉണ്ട്, ഒരു 100-500 രൂപ. എന്നാ എല്ലാവരും 200 ഉമ്മ ഇത്രയും കാര്യങ്ങളൊന്നും ആരും എടുത്തില്ലല്ലോ അവന്റെ അതുമില്ല. ഇവിടെ എങ്ങനെയായിരുന്നു ഓരോരുത്തർക്ക് പിന്നല്ലാണ്ട് ഇത്ര കുറ്റബോധം പുറത്തുള്ള എനിക്ക് ഇത്ര കുറ്റബോധം പൊരേൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടെ കിട്ടാണ്ട് കുറ്റബോധം ആലോചിച്ചോക്കെ. പിന്നെ അപ്പൊ മനസ്സിലായിക്കോളി നമ്മളായ പോക്കറ്റും ഷർട്ടും തപ്പാറില്ല. അപ്പൊ മനസ്സിലായില്ലേ? അല്ല അത് പോട്ടെ, മണ്ടത്താരായി പോയി. ഡെയിലി ആ റൂം പോയി അടിച്ചു വരും നിങ്ങള്. ഇനി തപ്പാ പക്ഷെ ഡെയിലി അടിച്ചു വരുന്നില്ല. നിങ്ങൾക്ക് ഒന്ന് തിരുമ്പ എടുക്കാൻ വേണ്ടിട്ടെങ്കിലും പോക്കറ്റ് കൈയിട്ടൊക്കെയായിരുന്നു. അത് നല്ല മനസ്സ് വേണം. നല്ല മനസ്സല്ല, വിധിച്ചവർക്ക് കിട്ടും. ഞാൻ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് അല്ല ഞങ്ങളൊക്കെ അത്ര നല്ലതായത് മുരളിന്റെ ഭാഗ്യം. ഇല്ല അളന്മാരെ അടിച്ചിട്ട് പോയനെ. അല്ല ഞാനേ അൽമാര വഴി എപ്പോഴും ഇങ്ങനെ പൊടി തട്ടി ഇതൊക്കെ ചെയ്യുന്നതാ. കുഞ്ഞാവന് ഷർട്ട് പാസ്പോർട്ട് കിട്ടിയില്ലേ? അതിന് പോയി ഇവിടെ ഉണ്ട്, പാസ്പോർട്ട് ഇവിടെ ഉണ്ട്. എവിടെ ഞാൻ കൊണ്ട് കളഞ്ഞത്. ഞാൻ എന്റെ 4 പാസ്പോർട്ട് ഇപ്പോഴും കയ്യിലുണ്ട്. പുതുക്കിയത് ഒക്കെ 4 പാസ്പോർട്ട്.